നമസ്കാരം. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ക്വാളിറ്റി വളരെ പ്രതീക്ഷിക്കുന്ന മനുഷ്യരാണ്. അത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും ക്വാളിറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ലൈഫ് നമ്മളെപ്പോഴും ഏറ്റവും സുന്ദരമാക്കി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു പ്രധാന പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നത് പ്രതിസന്ധികളിൽ എത്തിയ മനുഷ്യരെ കൈകാര്യം ചെയ്യുന്ന തൊഴിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം പലപ്പോഴും കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നതിനെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് ഉള്ള പ്രയാസമാണ് എപ്പോഴും നമ്മൾ ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആയാൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ ഇന്ന് ജീവിക്കുന്നത്. നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത് തുടങ്ങുന്ന വിഷയം NABH സർട്ടിഫിക്കേഷനും NABH അക്രഡിറ്റേഷനും നമ്മുടെ ഹോസ്പിറ്റലുകളെ എങ്ങനെ സഹായിക്കുമെന്നതാണ്. നമ്മുടെ ഈ ക്ലാസ്സുകളുടെ പരമമായ ലക്ഷ്യം നമുക്ക് ഒരു NABH സർട്ടിഫിക്കേഷൻ നമ്മുടെ ഹോസ്പിറ്റലിന് നേടിയെടുക്കുക, അല്ലെ NABH അക്രഡിറ്റേഷനിൽ കൂടെ കൂടുതൽ പേഷ്യൻസിനെയും കൂടുതൽ സമ്പത്തും കണ്ടെത്തുക എന്നതല്ല. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവിനെ പരിശീലിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് NABH അക്രഡിറ്റേഷനിലേക്ക് പോകാൻ കഴിയും. പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലുകൾ NABH പോലുള്ളൊരു സർട്ടിഫിക്കേഷനിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ വളരെയധികം യാന്ത്രികമായി ക്വാളിറ്റി അഷുറൻസും സേഫ്റ്റി അഷുറൻസും ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട് ആ ഡോക്യുമെൻറ്റിനെ അക്രഡിറ്റേഷൻ ബോർഡിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് ഒരു തേർഡ് പാർട്ടി ഇവാലുവേഷൻ പ്രോഗ്രാമൊക്കെ നടത്തി നമ്മളങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാറുണ്ട്. ആ നേടിയെടുത്ത സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റൽ റീ അക്രഡിറ്റേഷൻ പ്രോസസ്സിൽ വരുമ്പോൾ ഫെയിലിയർ ആകും. കാരണം അതൊരു ശീലമായി നമ്മളിൽ തുടർന്ന് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പേഷ്യൻ്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വാളിറ്റീസിനെ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ഹോസ്പിറ്റലുകളിൽ NABH ഓഡിറ്റേഴ്സ് വരാറുണ്ട്. കാരണം ആപ്ലിക്കേഷൻ മുതൽ സർട്ടിഫിക്കേഷൻ വരെ പിന്നീട് കംപ്ലീറ്റ് അക്രഡിറ്റേഷൻ വരെ വളരെ അധികം ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് ചെയ്യാനുണ്ട്. നമ്മുടെ ഈ ഒരു NABH ഓഡിറ്റേഴ്സിൻ്റെ ടീമാണ് ആ കാര്യങ്ങളിൽ പലപ്പോഴും നമ്മളെ സഹായിക്കുക. അതിൻ്റെ ആവശ്യവുമുണ്ട്. എന്നാൽ അവരുടെ ക്ലാസ്സുകൾ പലപ്പോഴും വളരെ പരിമിതമാണ്. കാരണം അവർക്ക് അത്രയും പരിമിതമായ സമയം നമ്മുടെ ഹോസ്പിറ്റലിൽ ക്ലാസ് എടുക്കാനായിട്ട് ചിലവഴിക്കാൻ പറ്റുകയുള്ളൂ. കാരണം അത്രയധികം ഡോക്യുമെൻറ്റേഷനിൽ അവർക്ക് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. നമ്മുടെയൊക്കെ ഹോസ്പിറ്റലുകളിൽ പലപ്പോഴും എംപ്ലോയീസിൻ്റെ ട്രെയിനിങ് ഒക്കെ നാമമാത്രമാണ്. അതിൽ തന്നെ ചിലപ്പോഴെല്ലാം നടക്കുന്ന ട്രെയിനിങ് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ വന്ന് ഒരു സംസാരമൊക്കെ നടത്തിയിട്ട് പോകുന്നതായിരിക്കും. ഒരു ചോക്ലേറ്റ് കിട്ടിയ എഫക്റ്റ് ഉണ്ടാവും, അത് കഴിയുമ്പം കഴിഞ്ഞു. അപ്പോൾ ഒരു ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ട് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് വളരെ റെയറായിട്ടാണ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുക. ഇവിടെ നമ്മുടെ ശ്രമം നമ്മുടെ NABHൻ്റെ 6th എഡിഷൻ വളരെ അധികം കൃത്യത പുലർത്തിയ ഒരു സർട്ടിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സിൻ്റെ അതിൻ്റെ ഒബ്ജക്റ്റീവ് എലമെൻസിൻ്റെ ഒരു അവതരണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. കൃത്യമായി 5th എഡിഷനിൽ നിന്ന് വളരെയധികം വേരിയേഷൻസുമായിട്ടാണ് 6th എഡിഷൻ ഓഫ് NABH വന്നിട്ടുള്ളത്. ഇന്ന് നമുക്കിനി 6th എഡിഷൻ തന്നെയാണ് പ്രായോഗികമായിട്ട് പറ്റുന്നത്. 5th എഡിഷനിൽ ആർക്കും റീ അക്രഡിറ്റേഷൻ പോലും പോസിബിൾ അല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ NABHൻ്റെ 6th എഡിഷനിൽ നമുക്ക് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് വളരെ അധികം സ്റ്റാൻഡേർഡുകൾ ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സ്റ്റാൻഡേർഡുകളെ 1 by 1 ആയിട്ട് മനസ്സിലാക്കാനാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നത്. ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. ആദ്യം നമ്മൾ NABHനെ കുറിച്ച് വിശദമായ ഒരു ഐഡിയ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ മലയാളത്തിൽ തന്നെയാണ് ഈ സെഷൻ നടക്കുക. കാരണം മലയാളത്തിൽ ഇന്ന്
നമുക്ക് ഇത്തരത്തിലൊരു ട്രെയിനിങ് ലൈബ്രറി അവൈലബിൾ അല്ല. സോ അങ്ങനെ തരുന്ന ഇൻട്രൊഡക്ഷന് ശേഷം നമുക്ക് ഈ NABHൻ്റെ 6th എഡിഷനിൽ 10 അധ്യായങ്ങളിലായിട്ട് കാറ്റഗറൈസ് ചെയ്യപ്പെട്ട 100 സ്റ്റാൻഡേർഡുകളാണുള്ളത്. ഈ 100 സ്റ്റാൻഡേർഡുകളെയും കുറിച്ച് നമ്മൾ കൃത്യമായ അവയർനെസ് തരുന്നുണ്ടാവും. അത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ, ഈ ആദ്യത്തെ 5 ചാപ്റ്റർ നമുക്കറിയാം പേഷ്യൻ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളുടെ ഒരു ശേഖരമാണ്. അതുപോലെ രണ്ടാമത്തെ സെറ്റ് ഓഫ് 5 ചാപ്റ്ററുകൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള സ്റ്റാൻഡേർഡുകളാണ്. ഇങ്ങനെ ഈ 100 സ്റ്റാൻഡേർഡുകളിലായിട്ട് നമുക്ക് കൃത്യമായിട്ടും 639 ഒബ്ജക്റ്റീവ് എലമെൻസ് ആണ് കീപ്പ് ചെയ്യാനുള്ളത്. ഒരു സ്റ്റാൻഡേർഡിൽ ചിലപ്പം 4 ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സ് ഉണ്ടാവും. ചില സ്റ്റാൻഡേർഡ്സിൽ ഇപ്പോൾ 11 15 ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സ് ഉണ്ടായേക്കാം. അത്തരത്തിലുള്ള 639 ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുക. ഈ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സിനെ കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സ് എന്നും കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സ് എന്നും അച്ചീവ്മെൻറ്റ് എലമെൻറ്റ്സ് എന്നും എക്സലൻസ് എന്നും കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വളരെ കൃത്യമായി നമ്മുടെ ഹോസ്പിറ്റലിൽ പാലിക്കേണ്ടുന്ന ഒബ്ജക്ട്സിനെ കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സ് എന്ന കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുള്ളത്. നമുക്ക് അല്പമൊക്കെ വേണമെങ്കിലൊരു വീഴ്ച വരാവുന്ന, റീച്ച് ചെയ്യാൻ പറ്റാതിരിക്കാവുന്ന, പക്ഷെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ കഴിയാത്ത നമ്മുടെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സിനെ കമ്മിറ്റ്മെൻറ്റ്സ് എന്ന ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ അക്രഡിറ്റേഷന് നിർബന്ധമില്ലാത്ത ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സിനെ അച്ചീവ്മെൻറ്റ്സ് എന്നും എക്സലൻസ് എന്നും പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ അക്രഡിറ്റേഷൻ കിട്ടിയതിന് ശേഷം നടക്കുന്ന ഇൻ്റർമീഡിയറ്റ് ഇവാലുവേഷൻ ടൈമിൽ ഒബ്സർവ് ചെയ്യപ്പെടുന്നതാണ് അച്ചീവ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സ്. നമുക്ക് 4 വർഷമാകുമ്പോൾ വീണ്ടും റീ അക്രഡിറ്റേഷന് പോകേണ്ട ആവശ്യമുണ്ട്. അത്തരത്തിൽ 4ാം വർഷം നമ്മൾ റീ അക്രഡിറ്റേഷന് പോകുമ്പോൾ ഒബ്സർവ് ചെയ്യപ്പെടുന്ന, ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്ന ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സിനെ നമ്മൾ എക്സലൻസ് എന്ന് വിളിക്കും. ഇങ്ങനെ 4 കാറ്റഗറിയിലേക്കാണ് നമ്മളിതിനെ വേർതിരിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ക്ലാസ് കൃത്യമായിട്ടും ഓരോ ചാപ്റ്ററിനും ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. അതിനകത്ത് ഓരോ സ്റ്റാൻഡേർഡ്സിനെയും കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ടാവും. അതിനകത്ത് എല്ലാ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സിനെ കുറിച്ചും പറയുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ഓരോ ഒബ്ജക്റ്റീവ് എലമെൻറ്റിനെ കുറിച്ചും വിശദമായി സാഹചര്യങ്ങൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. എന്തിനാണ് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും സ്റ്റാഫിന് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാനായിട്ട് ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് എലമെൻറ്റിൻ്റെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ആ ഒബ്ജക്റ്റീവ് എലമെൻറ്റിനെ പഠിക്കാൻ കഴിയും. എന്നാൽ ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ആ ഒരു സ്റ്റാൻഡേർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉള്ള ഒരു സിംഗിൾ ക്ലാസ് മാത്രം മതിയാകും. ഡീറ്റെയിൽ സ്റ്റഡി അദ്ദേഹത്തിന് വേണ്ടി വരില്ല. എന്നാൽ നമുക്ക് ഓവറോൾ അവിടെ ക്വാളിറ്റി മാനേജ് ചെയ്യുന്ന നമ്മുടെ ഹോസ്പിറ്റലിലെ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഓരോ ചാപ്റ്റർ വൈസ് ഉള്ള ഇൻട്രൊഡക്ഷൻസ് ആവശ്യമായി വരും. ആ രീതിയിലാണ് നമ്മളിതിനെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ 639 ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സിൽ 105 എണ്ണം കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സ് ആണ്, 457 എണ്ണം കമ്മിറ്റ്മെൻറ്റ്സ് ആണ്, 60ഓളം അച്ചീവ്മെൻറ്റ്സും 17 എക്സലൻസും ഉണ്ട്. അതായത് 639ൽ നമുക്ക് ഏകദേശം 77 എണ്ണം ഫ്യൂച്ചറിൽ അച്ചീവ് ചെയ്താൽ മതി. ബാക്കിയുള്ള 457 ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സ് ആണ് ഒരു ഫുൾ അക്രഡിറ്റേഷന് വേണ്ടി വരുന്നത്. ശരിക്കും എൻട്രി ലെവൽ സർട്ടിഫിക്കേഷന് പോകുമ്പോൾ നമുക്കറിയാം ഒരു ഇത്രയധികം ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സ് നമുക്ക് മീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സിൽ നിന്ന് സർട്ടിഫിക്കേഷനിലേക്ക് പോകുന്നതിനുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം.
ഫുൾ അക്രഡിറ്റേഷന് പോകുന്നവർക്ക് തീർച്ചയായിട്ടും മുഴുവൻ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാം. ഓർക്കേണ്ട ഒരു കാര്യം, ഇത് വെറുതെ പഠിച്ച് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ക്ലാസ് ഇവിടെ നടത്തുന്നത്. കൃത്യമായും നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇത് നമ്മളെ സഹായിക്കും. നമ്മുടെ ഹോസ്പിറ്റലുകളിലെ ഗ്രേപ്സ് EMR ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റായിട്ട് ഗ്രേപ്സ് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലുകളിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഏകദേശം NABHന് വേണ്ടുന്ന എല്ലാ ഒബ്ജക്റ്റീവ് എലമെൻസും നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ ഹോസ്പിറ്റലുകളിലെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് സ്റ്റാഫുകൾ മാറി പുതിയ സ്റ്റാഫൊക്കെ എത്തുന്ന സമയത്ത് അവർക്കിതിനെക്കുറിച്ച് ധാരണ ഇല്ലാതാകുകയും വീണ്ടും അവർക്ക് എന്ത് മനസ്സിലായോ അത് മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇനി മറ്റ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലുകളിലും എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുള്ള ഡോക്യുമെൻറ്റേഷൻസ് കൂടുതലായിട്ട് ഒരു ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി അഷുറൻസിനെ സഹായിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ടും നമുക്ക് ഈ സെഷൻസ് ഉപകരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മുമ്പോട്ട് പോകാം.